നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ബോർഡ് തെറിക്കുമോ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കെ ജയകുമാർ കഴിഞ്ഞ ദിവസം നിയമിച്ച അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ നിർണായക തസ്തികകളിൽ നിന്നും ഉടൻ നീക്കിയില്ലെങ്കിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന് നിലവിലുള്ള ദേവസ്വം ബോർഡുകളെ പിരിച്ചുവിടാനാണ് സർക്കാർ നീക്കം. ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ മന്ത്രിയും സർക്കാരും തത്വത്തിൽ തീരുമാനിച്ചതായാണ് വിവരം. ഇതിന്റെ ആദ്യപടിയായി ഇടതുമുന്നണി സർക്കാർ നിയമിച്ച ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററെ സർക്കാർ പിരിച്ചയച്ചു. ഗുരുവായൂർ ദർശനത്തിനെത്തിയ മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്നും 4000 രൂപയുടെ ടിക്കറ്റ് എടുപ്പിച്ചയാളാണ് പിരിച്ചുവിട്ട അഡ്മിനിസ്ട്രേറ്റർ. മുമ്പ് CV ആനന്ദബോസ് ബംഗാൾ ഗവർണറായിരിക്കെ അദ്ദേഹത്തെ കൊണ്ടും ഇപ്രകാരം ചെയ്യിപ്പിച്ചു. ഹൈക്കോടതി വിധിയുടെ പേര് പറഞ്ഞാണ് അവധി ദിവസം ദർശനത്തിന് VIP-കളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചത്. എന്നാൽ നൂറുകണക്കിന് സഖാക്കൾ പൊതു അവധി ദിവസങ്ങളിൽ ഗുരുവായൂരിൽ ഒരു ടിക്കറ്റും എടുക്കാതെ ദർശനം നടത്തിയ ഒരു കാലമുണ്ടായിരുന്നു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടത്തിയ സ്ഥലം മാറ്റങ്ങൾക്കെതിരെ വ്യാപകമായ പരാതി ഉയർന്നത് കഴിഞ്ഞ ദിവസമാണ്. ദേവസ്വം മന്ത്രി ബോർഡ് പ്രസിഡന്റിനെ അതൃപ്തി അറിയിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വർണം ചെമ്പാണെന്നും റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനെ പ്രധാന ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി നിയമിച്ചതും ഉത്സവത്തിന് മുൻകൂർ വാങ്ങിയ പണം തിരിച്ചടച്ചില്ലെന്ന് വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയ ആരോപണ വിധേയനെ ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറായി നിയമിച്ചതുമാണ് വിവാദമായത്. UD ക്ലർക്കായിരിക്കെ സന്നിധാനത്തെ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വഴിവിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകിയ ഉദ്യോഗസ്ഥരെ വള്ളിയാങ്കാവ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതാണ് കഴിഞ്ഞ ദിവസം ഗസറ്റഡ് ഓഫീസർമാരുടെ സ്ഥലം മാറ്റം പട്ടിക പുറത്തിറക്കിയത്. വൈക്കം ക്ഷേത്ര ഉത്സവത്തിന് മുൻകൂർ വാങ്ങിയ തുക തിരിച്ചടച്ചിട്ടില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയ ആളെയാണ് ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസ് ഓഫീസറാക്കിയത്. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിലേക്ക് 70 പേരെയും ഇതേ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റത്തിലൂടെ 5 പേരെയുമാണ് നിയമിച്ചത്. വരുമാനത്തിൽ മുൻപന്തിയിലുള്ള തിരുവല്ലം, മലയാലപ്പുഴ, ചെട്ടിക്കുളങ്ങര, വള്ളിയാങ്കാവ് ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകാനായിരുന്നു ഏറെ സമ്മർദ്ദം. സീനിയർ ഉദ്യോഗസ്ഥരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആക്കരുതെന്ന മാനദണ്ഡം ലംഘിച്ച് CPM അനുകൂല യൂണിയൻ വനിതാ നേതാവിനെ തിരുവല്ലത്ത് നിയമിച്ചു. അതേസമയം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ സീനിയർ ഉദ്യോഗസ്ഥൻ എന്ന മാനദണ്ഡം ഉപയോഗിച്ച് കോൺഗ്രസ് യൂണിയൻ നേതാവിനെ തഴഞ്ഞു. ജൂനിയറായ ഇടതുപക്ഷ നേതാവിനെ നിയമിച്ചതായും ആക്ഷേപമുണ്ട്. വിജിലൻസ് കേസിൽപ്പെട്ടയാളെ പന്തളം ക്ഷേത്രത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആക്കിയതായും പരാതിയുണ്ട്. ഗസറ്റഡ് സ്ഥലം മാറ്റത്തിൽ ബോർഡ് പ്രസിഡന്റിനെ നോക്കുകുത്തിയാക്കി CPM അംഗം വ്യാപക ഇടപെടൽ നടത്തിയെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനയായ ദേവസ്വം എംപ്ലോയീസ് ഫണ്ട് ദേവസ്വം മന്ത്രിയെ അറിയിച്ചു. സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള അതൃപ്തി മന്ത്രി കെ മുരളീധരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ അറിയിച്ചു. തിരുത്തിയില്ലെങ്കിൽ ബോർഡിന്റെ പണി കാണില്ലെന്ന വ്യക്തമായ സൂചന മന്ത്രി മുരളി നൽകിയതായാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന് പ്രധാന പദവിയിൽ നിയമനം നൽകിയതിലാണ് ദേവസ്വം മന്ത്രി ഇടപെട്ടത്. സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡ് ഉന്നത സ്ഥാനങ്ങളിൽ നിയോഗിച്ച തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുള്ളതായി കണക്കാക്കും എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇത് കെ ജയകുമാറിന്റെ റെഡ് സിഗ്നലാണ്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് വെച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് ബോർഡ് പ്രസിഡന്റിന് കഴിഞ്ഞ ദിവസം കത്ത് നൽകി. കെ ജയകുമാർ തികച്ചും നിഷ്പക്ഷനായ ഒരാളായതുകൊണ്ടാണ് കൂടുതൽ പ്രതികരിക്കാത്തത്. കഴിഞ്ഞ ദിവസത്തെ സ്ഥലമാറ്റങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുത്തിയില്ലെങ്കിൽ നിലവിലുള്ള ദേവസ്വം ബോർഡിനും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന ധാരണയിൽ സർക്കാർ മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ പറഞ്ഞു. അതായത് ബോർഡിന് ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ ഗതി വരുമെന്ന് ചുരുക്കം. സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ ചാർജ് ഷീറ്റിന് ശേഷം മാത്രമേ ഇടപെടാൻ കഴിയൂ. ചാർജ് ഷീറ്റിലെ കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ള സമയത്ത് ശബരിമല സെക്ഷൻസ് ക്ലർക്കായിരുന്ന ഷ്യാമിനെ വള്ളിയാങ്കാവ് ദേവസ്വം അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാക്കി നിയമിച്ചതാണ് ചർച്ചയായത്. ട്രാൻസ്ഫർ റദ്ദാക്കണമെന്ന മന്ത്രിയുടെ ആവശ്യം നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗം ചർച്ച ചെയ്യും. വിജിലൻസ് ക്ലിയറൻസ് ലഭിച്ചതിനാലാണ് നിയമനമെന്നാണ് ബോർഡിന്റെ വിശദീകരണം. വർക്കല ഗ്രൂപ്പിന് കീഴിൽ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായിരുന്നു ശ്യാം പ്രകാശ്. കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിലാണ് മുണ്ടക്കയം ഗ്രൂപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ശ്യാം പ്രകാശിനെ നിയമിച്ചത്. എല്ലാ കാലത്തും ദേവസ്വം ബോർഡുകൾക്ക് ചാകരയാണ്. പുരാതന കാലം മുതൽ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഊരാളന്മാരുടെയും കരക്കാരുടെയും ഭരണത്തിൽ തുടർന്നു വന്നിരുന്നു. എന്നാൽ കേണൽ മൺറോയുടെ കാലത്ത് ഈ ഭരണ സംവിധാനത്തിൽ അഴിമതി ആരോപിച്ച് ക്ഷേത്രഭരണം സർക്കാർ ഏറ്റെടുത്തു.
ക്ഷേത്രങ്ങളുടെ മേൽ രാജാവിന്മേലുള്ള മേൽക്കോയ്മയുടെ അടിസ്ഥാനത്തിൽ ഈ നടപടിയെ തിരുവിതാംകൂർ സർക്കാർ ന്യായീകരിച്ചു. ഇങ്ങനെ ഏറ്റെടുത്ത ക്ഷേത്രങ്ങളുടെ ഭരണതലത്തിലേക്ക് ഒരു പ്രത്യേക ദേവസ്വം വകുപ്പ് രൂപീകരിച്ചതുകൊണ്ട് 1992 ഏപ്രിൽ 12 തിരുവിതാംകൂർ ഭരണകൂടം ഒരു വിളംബരം ഇറക്കി. സ്വാതന്ത്ര്യാനന്തരം 1948 മാർച്ച് 28 ക്ഷേത്രഭരണവും സ്വത്തുക്കളും രാജാവിൽ തന്നെ നിക്ഷിപ്തമാക്കിക്കൊണ്ട് മറ്റൊരു വിളംബരവും പുറപ്പെടുവിച്ചു. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചപ്പോൾ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഹിന്ദു ധർമ്മസ്ഥാനങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യങ്ങളും ചേർന്ന് ഒരു ദേവസ്വം ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടി പ്രകാരം ഈ പ്രദേശങ്ങളിലെ ക്ഷേത്രങ്ങൾ, ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങൾ എന്നിവയുടെ നടത്തിപ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന സ്ഥാപനം രൂപീകരിച്ചു. തുടർന്ന് 1950 തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം 1950 പാസാക്കുകയും 1949 ജൂലൈ ഇതിനു മുമ്പ് നിലവിൽ ഉണ്ടായിരുന്ന എല്ലാ ക്ഷേത്രങ്ങളെയും അവയുടെ സ്വത്തുക്കളുടെയും മുൻകാല വിളംബരങ്ങൾ അനുസരിച്ച് ഏർപ്പെടുത്തിയ ദേവസ്വം ഫണ്ടുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ വന്നു. ഇതിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ മാത്രം ഒഴിവാക്കി നിർത്തി. നിലവിൽ കേരളത്തിൽ 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡ്, കുടൽമാണിക്യം ദേവസ്വം ബോർഡ് എന്നിവ. ഈ ബോർഡുകളുടെ കീഴിലായി 3000-ൽ പരം ക്ഷേത്രങ്ങൾ നിലവിലുണ്ട്. ടിപ്പുവിന്റെ കാലത്ത് ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെട്ടു. ബ്രിട്ടീഷുകാരന്റെ കാലത്തും പിന്നീട് സർക്കാർ നേതൃത്വം കൊടുക്കുന്ന ദേവസ്വം ബോർഡിന്റെ കാലത്തും സ്ഥിതി ഇത് തന്നെ. കൂടാതെ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണങ്ങളിൽ അല്ലാത്ത ഭരണകൂടങ്ങളുടെ കമ്മിറ്റികൾ, ട്രസ്റ്റുകൾ ഭരണം നടത്തുന്ന ആറ്റുകാൽ ഉൾപ്പെടെയുള്ള മഹാക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട്. തിരുവിതാംകൂർ കൊച്ചി ഹിന്ദുമത സ്ഥാപന നിയമം 1950 വകുപ്പ് 3 അനുസരിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനങ്ങൾ നടത്തുന്നത്. ഇതനുസരിച്ച് ദേവസ്വം ബോർഡിലേക്കുള്ള 3 ഹിന്ദു അംഗങ്ങളിൽ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം തിരുവിതാംകൂർ രാജാവിനും, രണ്ടാമത്തെ ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം സംസ്ഥാന മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാർക്കും, മൂന്നാമത്തെ ആളെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം കൊച്ചി നിയമസഭയിലെ ഹിന്ദു അംഗങ്ങൾക്കുമാണ്. 1974 ഈ നിയമം ഭേദഗതി ചെയ്ത് ഒരു അംഗത്തെ നോമിനേറ്റ് ചെയ്യാനുള്ള രാജാവിന്റെ അധികാരം എടുത്തു കളയുകയും അത് സംസ്ഥാന മന്ത്രിസഭയിലെ ഹിന്ദു മന്ത്രിമാർക്ക് നൽകുകയും ചെയ്തു. ദേവസ്വം ഉടമ്പടിയിൽ ഹിന്ദു വിശ്വാസവും ക്ഷേത്രവിശ്വാസവും ഉള്ള ആളുകളെ നോമിനേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും കാലം മാറിയപ്പോൾ രാഷ്ട്രീയ അതിപ്രസരം കാരണം ഹിന്ദു വിശ്വാസമോ ക്ഷേത്രവിശ്വാസമോ ഇല്ലാത്ത വെറും ഹിന്ദു സമാധാനികളെ ദേവസ്വം ബോർഡിലേക്ക് നിയമിച്ചതും ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രങ്ങളുടെയും നിലവിലെ തകർച്ചയ്ക്ക് കാരണമായി. ദേവസ്വം ഭരണത്തെക്കുറിച്ച് പഠിക്കാൻ കേരള ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ, ജസ്റ്റിസ് ശങ്കരനാരായൺ കമ്മീഷൻ തുടങ്ങിയ ഉന്നതാധികാര കമ്മീഷനുകൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ ശുപാർശകൾ നൽകിയിട്ടുണ്ടെങ്കിലും അവ നടപ്പിലാക്കാൻ മാറി മാറി വന്ന സർക്കാരുകൾ തയ്യാറായിട്ടില്ല. രാഷ്ട്രീയ വിധേയത്വമില്ലാത്തവരും പൊതുരംഗത്ത് മാനിക്കപ്പെടുന്നവരും വിശ്വാസ്യത ഉള്ളവരും മാത്രമേ ദേവസ്വം ബോർഡിലേക്ക് നാമനിർദ്ദേശം ചെയ്യാവൂ എന്ന ഈ കമ്മീഷനുകളുടെ ശുപാർശകൾ ഇന്നും നടപ്പായിട്ടില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിലവിൽ ഏകദേശം 1252-ൽ പരം ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ശബരിമലയാണ്. അതേസമയം ഭക്തജനങ്ങളുടെ ട്രസ്റ്റുകൾ വളരെ മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെയുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങളുമുണ്ട്. ഇത്തരം ക്ഷേത്രങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസമേകുന്ന ക്ഷേത്ര പ്രവർത്തനങ്ങളും ആതുര സേവനങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. 1949 ദേവസ്വം ഉടമ്പടി പ്രകാരം സംസ്ഥാന സർക്കാർ പ്രതിവർഷം ദേവസ്വം ബോർഡിന് 50 ലക്ഷം രൂപയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 1 ലക്ഷം രൂപ വീതം നൽകാൻ ബാധ്യസ്ഥരാണ്. ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ എല്ലാ വർഷവും വാർഷിക ഗ്രാന്റ് തിട്ടപ്പെടുത്തി കൃത്യമായി നൽകണമെന്നും ഇത് വില സൂചികയുടെ അടിസ്ഥാനത്തിൽ പുതുക്കി നൽകണമെന്നും നിഷ്കർഷിക്കുന്നു. മലബാർ പ്രദേശത്ത് സ്വകാര്യ വനഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ദേവസ്വത്തിന് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമപ്രകാരമുള്ള ഈ ചുമതലകൾ നിർവഹിക്കാനുള്ള സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല. ക്ഷേത്രത്തിലെ സുതാര്യമില്ലായ്മയും അഴിമതിയും ഫണ്ട് തിരിമറികളും സംബന്ധിച്ചും എല്ലാ കാലങ്ങളിലും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടുകളിലെ ഗുരുതര ക്രമക്കേടുകൾ, കണക്കിൽപ്പെടാത്ത ഫണ്ട് വിനിയോഗവും ക്ഷേത്ര ഉരുപ്പടികളുടെ കണക്കെടുപ്പിലും പരിശോധനയിലും കാണിക്കുന്ന ഉദാസീനതയും ക്ഷേത്ര സ്വത്തുക്കൾ വൻതോതിൽ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു.
ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ അതിപ്രസരം കാരണം അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഗുരുതര പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇതിനിടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ചില ക്ഷേത്രങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് രാത്രികാലങ്ങളിൽ അതിക്രമിച്ചു കയറി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാത്രിയുടെ മറവിൽ ക്ഷേത്രം പിടിച്ചെടുത്തതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാർത്ഥസാരഥി ക്ഷേത്രം. ഇതിനെ അരങ്ങൊരുക്കിയ വ്യക്തി പിന്നീട് പല ക്ഷേത്രങ്ങളിലും ദേവസ്വത്തിലേക്ക് സ്വരുക്കൂട്ടിയതിന്റെ പാരിതോഷികമാണ് ഇപ്പോഴത്തെ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷൻ ആസ്ഥാനം. ക്ഷേത്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ക്ഷേത്ര ഉപദേശക സമിതികളെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാനും പിരിച്ചുവിടാനും ദേവസ്വം ബോർഡ് നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. ക്ഷേത്രങ്ങളിലെ തുടർന്ന് വന്ന മതപാഠശാലകളും ആധ്യാത്മിക കേന്ദ്രങ്ങളും ഏകപക്ഷീയമായി ദേവസ്വം ബോർഡ് നിർത്തലാക്കി. ക്ഷേത്ര ഉത്സവങ്ങളിൽ ക്ഷേത്രാചാരങ്ങളെ അവഹേളിച്ചുകൊണ്ട് നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള വേദികളാക്കി മാറ്റി. ഇത് അവസാനിപ്പിക്കാൻ ഹൈക്കോടതി നടത്തിയ ഇടപെടലുകൾ പ്രശംസനീയമാണ്. തീർത്ഥകേന്ദ്രങ്ങളിൽ ദർശനം നടത്തുന്ന ഭക്തർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും ദേവസ്വം ബോർഡുകൾ പരാജയപ്പെട്ടിരിക്കുന്നു. ശബരിമലയുടെ പവിത്രത നിലനിർത്തിക്കൊണ്ട് ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കാൻ പര്യാപ്തമായ നിലവിൽ രൂപകൽപ്പന ചെയ്ത ഹരിവരാസനം പദ്ധതി നടപ്പിലാക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനാകാതെയും കുടിവെള്ളം ലഭിക്കാതെയും മണിക്കൂറുകൾ ക്യൂവിൽ നിന്ന് ദർശനത്തിലെത്തുന്ന അയ്യപ്പ ഭക്തരോട് വളരെ ക്രൂരമായി പെരുമാറുന്ന ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നിലപാടുകളും പ്രതിഷേധാർഹമാണ്. ഭക്തരിൽ നിന്ന് അമിത ചാർജ് ഈടാക്കുന്ന KSRTCയും വെള്ളത്തിനും വൈദ്യുതിക്കും അമിത ചാർജ് ഈടാക്കുന്നതും അയ്യപ്പ ഭക്തരോടുള്ള വിവേചനമാണ്. നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൗജന്യ സർവീസ് നടത്താൻ ഭക്തരും പല സന്നദ്ധ സംഘടനകളും സന്നദ്ധത അറിയിച്ചിട്ടും അതിന് അനുമതി നൽകാതെ KSRTC അമിത ചാർജ് ഈടാക്കി അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യുന്നു. ഇത് അവസാനിപ്പിക്കണം. സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥാവകാശം ഏകദേശം 5 ലക്ഷത്തിലധികം ഹെക്ടർ ഭൂമികളിൽ 5 ലക്ഷത്തിലധികം ഏക്കർ ഭൂമിയും അന്യാധീനപ്പെട്ട് കഴിഞ്ഞു. തിരുവിതാംകൂർ 25,000 ഏക്കർ ക്ഷേത്രഭൂമിയും മലബാർ 24,693.4 ഏക്കർ ഭൂമിയും കുടൽമാണിക്യം ദേവസ്വത്തിന്റെ കീഴിൽ 5,568.99 ഏക്കർ ഭൂമിയും ഗുരുവായൂർ മണത്തല വില്ലേജിലെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയും അന്യാധീനപ്പെട്ടതായി ദേവസ്വം അധികാരികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ലക്ഷക്കണക്കിന് ഭൂമി അന്യാധീനപ്പെട്ടതിൽ കോടതികളിൽ കേസ് നടക്കുന്നതും 64 എണ്ണത്തിൽ മാത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്യാധീനപ്പെട്ട ക്ഷേത്ര ഭൂമികൾ വീണ്ടെടുക്കാൻ ഒരു സ്പെഷ്യൽ തഹസിൽദാർ, 6 ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന സംവിധാനമാണ് ഉള്ളത്. എല്ലാ ദേവസ്വങ്ങളിലും ഇതിന്റെ സഹസംവിധാനങ്ങൾ കാര്യക്ഷമമല്ല. ബോർഡുകളും ഉപദേശ സമിതികളും ക്ഷേത്രഭരണ സമിതികളും നൽകുന്ന കേസുകളിൽ അനുകൂല കോടതി ഉത്തരവുണ്ടായാൽ പോലും ഭൂമി നടത്തിയെടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ സഹായിക്കുന്നില്ല. റവന്യൂ വകുപ്പ് നടത്തുന്ന റിസർവേ നടപടികളിലും ക്ഷേത്രഭൂമികൾ സ്വകാര്യ ഭൂമികളായി മാറുന്നതും കയ്യേറ്റക്കാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭ്യമാകുന്നതും സർവ്വസാധാരണമാകുന്നു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കയ്യേറ്റം 10,000 ഹെക്ടർ ഭൂമിയാണ്. കയ്യേറ്റത്തിന്റെ അളവ് വലുതായതുകൊണ്ട് തിരിച്ചു പിടിക്കുന്നത് സാമൂഹ്യ പ്രശ്നമായി മാറുമെന്നാണ് മലബാർ ദേവസ്വം ബോർഡ് ഭരണാധികാരികൾ പറയുന്നത്. ഉന്നത നീതിപീഠം ന്യായങ്ങൾ വിലയിരുത്തി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പോലും കയ്യേറ്റക്കാർ ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടവരായാൽ നടപടിയില്ല എന്നതാണ് ഇന്നത്തെ സ്ഥിതി. ദേവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ദേവസ്വം ബോർഡുകൾ നോക്കുകുത്തികളായി നിൽക്കുകയാണ്. ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി യുവതീ പ്രവേശനം നടത്താനുള്ള നീക്കത്തിന്റെ മറവിൽ ശബരിമലയിൽ നടന്ന വൻ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീകോവിലിലെ ശില്പങ്ങളിലും പതിച്ച സ്വർണ്ണത്തകിടുകൾ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി പുറത്തു കൊണ്ടുപോയി സ്വർണം തട്ടിയ വൻ ഗൂഢാലോചനയിൽ മുൻ ദേവസ്വം പ്രസിഡന്റുമാരും കമ്മീഷണർമാരും സംശയത്തിന്റെ നിഴലിലാണ്. ഇതിന്റെ ഭാഗമാണ് പുതിയ സ്ഥലമാറ്റങ്ങളും. VN വാസവനല്ല K മുരളീധരൻ മുൻ ചീഫ് സെക്രട്ടറി ചെയ്യുന്നതെല്ലാം ശരിയെന്ന് മുരളി പറയില്ല. അതിനാൽ ബോർഡിലെ പ്രഗത്ഭർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.